ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ തിരുവമ്പാടി വരെ പോവുകയാണ്. കുറച്ച് ചുറ്റലുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. സ്ഥലങ്ങളെന്ന് ഉദ്ദേശിച്ചത് ബാങ്ക്, അക്ഷയ, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, ഞാനും അമ്മയും കൂടെയാണ് ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത്. കുറച്ചധികം കാര്യങ്ങൾ തന്നെ ഇന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. മറന്നു പോകാതിരിക്കാൻ വേണ്ടി നോട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനുണ്ട്, അങ്ങനെ കുട്ടി കാര്യങ്ങൾ കുറേ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്നത്ര കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ നമുക്ക് പോയിട്ട് വരാം. ഇൻട്രോ ഷൂട്ട് ചെയ്ത് നിന്നിട്ട് നേരം പോയത് അറിഞ്ഞില്ല. അപ്പോഴേക്കും ഓട്ടോ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വിളിച്ചു, അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ചധികം ചുറ്റലുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതെല്ലാം ഓർത്ത് വേഗം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. ചേട്ടന് വേറെ ഓട്ടം പോകാനുള്ളതാണെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ ചേട്ടനാണെങ്കിൽ ഇപ്പോഴത്തെ കൊറോണയുടെ കാര്യമൊക്കെ ഇങ്ങനെ അമ്മയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം പഠിക്കുന്ന കാര്യമാണെങ്കിലും ചേട്ടൻ്റെ മോനാണെങ്കിൽ ഓൾറെഡി ബാംഗ്ലൂർ എങ്ങാണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ചേട്ടനാണ്. അപ്പോൾ ജോലിയൊക്കെ പോയിട്ട് ഇപ്പം വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു. കുട്ടികൾക്കാണെങ്കിലും പഠിക്കാനൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണല്ലോ, ക്ലാസ്സിലും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തിരുവമ്പാടിയിൽ ചെന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഫോട്ടോ എടുക്കണം എന്നാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഫോട്ടോ കിട്ടും, 5 മിനിറ്റിൽ കിട്ടും. എന്നാൽ പോലും ഫോട്ടോ എടുത്തിട്ട് വേണം അത് പോയി അപ്ലോഡ് ചെയ്യാനുണ്ട് അക്ഷയയിലേക്ക് പോയിട്ട്. അപ്പോൾ പിന്നെ ആദ്യം തന്നെ ഫോട്ടോ എടുക്കാനും പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. ഈ ഭാഗത്തേക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. റോഡൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് രാവിലെ അങ്ങോട്ടേക്ക് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടേക്കൊക്കെ നനഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പുറത്ത് പോകുന്നവർ മാസ്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഭയങ്കര ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനവൻ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. അപ്പോൾ അതാ നമ്മൾ തിരുവമ്പാടിയിലേക്ക് എത്താനായിട്ടോ. അത് കാണുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ, വൈറ്റ് ബിൽഡിങ്. ഞാൻ ചെറുപ്പത്തിലൊരു എല്ലാ വർഷവും ഒരു 6-7 ദിവസം അവിടെ പോയി അഡ്മിറ്റ് ആവാറുണ്ടായിരുന്നു, ഒരു 8-9 ക്ലാസ് വരെ. കാരണം എനിക്ക് പെട്ടെന്ന് പനി പിടിക്കും. അപ്പോൾ അങ്ങനെ പോലുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ കഴിഞ്ഞ കൊല്ലമാണ് 3 ദിവസം പോയിട്ട് അതേ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഓർമ്മകളുള്ള ഹോസ്പിറ്റലാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്താനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ വന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ റെഡി ആയിക്കോന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങോട്ടങ്ങാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മേനോട് ഞാൻ എൻ്റെ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞിട്ട് അമ്മ എനിക്ക് എടുത്തു തന്നില്ല. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് ഷൂട്ട് ചെയ്തു. ശേഷം നമ്മൾ പോയത് കണ്ണട വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പം സ്ഥിരമായിട്ട് ഈ ഫോണും ലാപ്പൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കണ്ണിന് നല്ല വേദനയാണ്. അപ്പോൾ കണ്ണട വാങ്ങിച്ചു. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ശേഷം അതാ നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അത് മാർക്കറ്റ് മാതിരിയാണ്, ചിക്കൻ, മീൻ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഇതിലെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഉണ്ട് ഒരുമാതിരി എന്നെ ഇങ്ങനെ അന്തിച്ച് നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നത് കൊണ്ടാവാം എല്ലാവരും എന്നെ അങ്ങനെ നോക്കുന്നത്. അപ്പം പിന്നെ ഞാൻ മൈൻഡൊന്നും ഇനിയിപ്പം നമ്മൾ നേരെ പോകാൻ പോകുന്നത് ബാങ്കിലേക്കാണ്. അവിടെ തന്നെയാണ് അക്ഷയ ഉള്ളത്. അപ്പം അമ്മ ബാങ്കിലേക്ക് പോകും, ഞാൻ അക്ഷയയിലേക്ക് പോയിട്ട് എനിക്കവിടെ കുറച്ച് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഞാനത് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തീർത്തിട്ട് വരാമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഒരു 2 ടോപ്പൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അതായത് വീട്ടിലിടാൻ വേണ്ടി, പുറത്തേക്കൊന്നും പോകാനില്ല. അപ്പോൾ പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പുറത്തേക്ക് പോകാൻ ഡ്രസ്സൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. വീട്ടിലിടാൻ വേണ്ടിയിട്ട് 2 ടോപ്പ് എനിക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട്. അപ്പം അതാ അമ്മ ബാങ്കിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് വന്നപ്പം ഇങ്ങനെ ഫ്രൂട്ട്സ് കണ്ടു കേട്ടോ. അപ്പം അമ്മയ്ക്ക് മാങ്ങ വേണം പറഞ്ഞു. അപ്പം എനിക്ക് മുന്തിരി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, മുന്തിരിക്ക് മധുരം ഉണ്ടോ എന്നൊരു 5-6 തവണ ചോദിച്ചപ്പോൾ മധുരം ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ മുന്തിരിക്ക് മധുരം ഇല്ലായിരുന്നു. അതായിരുന്നു സത്യം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട്
ഡ്രസ്സ് വാങ്ങിച്ചു. അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ചെറിയ ഷോപ്പായിരുന്നു, അപ്പോൾ കുറച്ച് പേർ അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞു നമ്മൾ കുറച്ച് കപ്പ വാങ്ങിച്ചു കേട്ടോ. അത് ആ കാണുന്ന കണ്ണട, ആ ഷോപ്പ് കണ്ടോ, അവിടെ നിന്നാണ് കണ്ണട വാങ്ങിച്ചത്. തൊട്ടടുത്തുള്ള സ്റ്റുഡിയോ നിന്നാണ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് കപ്പ ഇപ്പം നട്ട് വെക്കുന്ന സമയമാണല്ലോ, നമ്മളിവിടെയൊക്കെ കപ്പ നട്ടിട്ടേ ഉള്ളൂ, നമുക്കൊക്കെ കപ്പയുണ്ട്, നട്ടതേ ഉള്ളൂ. അപ്പം കപ്പ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പയും ചിക്കനുമാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോ ചേട്ടൻ വന്നു, ചേട്ടൻ്റെ കൂടെ തിരിച്ച് പോരുകയാണ്. നമ്മൾ ഏകദേശം ഒരു 9:30 ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം ഏകദേശം സമയം ഒരു 11:15 ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വേഗം തന്നെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആരും ഈ സമയത്ത് പുറത്ത് പോയാലും മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തിരിച്ച് വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ കുളിച്ച് വൃത്തിയായതിന് ശേഷം മാത്രം വീട്ടിലേക്ക് കയറാൻ വേണ്ടി നോക്കുക. ഡെറ്റോളൊക്കെ യൂസ് ചെയ്ത് വൃത്തിയാക്കുന്നതായിരിക്കും നന്നാവുക. കാരണം രോഗാണുക്കളൊക്കെ എവിടുന്ന നമ്മളെ ദേഹത്ത് പറ്റാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ കുളിച്ച് വൃത്തിയായതിന് ശേഷം മാത്രം വീട്ടിലേക്ക് കയറാൻ നോക്കുക. കുട്ടികളൊക്കെ വീട്ടിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ തന്നെ ശ്രദ്ധിക്കാൻ നോക്കുക. കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ബ്ലൂപ്പേഴ്സാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. ഇനിയും ബ്ലൂപ്പേഴ്സ് ആഡ് ചെയ്യണം, ഇനിയും ബ്ലൂപ്പേഴ്സിൻ്റെ എണ്ണം കൂട്ടണം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് തന്നെ. അപ്പം നമ്മളത് പരിഗണിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന പാലെന്ന് പറയുന്നത് അന്ന് ഉരുള് പൊട്ടി വെള്ളം വന്ന അത് കാണിച്ചില്ല, ആ പാലാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ബ്ലൂപ്പേഴ്സ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഒറ്റയ്ക്കല്ല കേട്ടോ പോകുന്നത്, അമ്മയുണ്ട്. എന്നാലും അപ്പം കുറെ കയറി വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണല്ലോ ഇവിടുന്ന് പോകുന്നത്. അപ്പം